ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? വെക്കേഷനൊക്കെ അവസാനിക്കാറായപ്പോഴാണ് ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ട്രിപ്പിലേക്കാണ് ആദ്യം തന്നെ പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പോൾ ഏത് ട്രിപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഫുഡ് സ്പോട്ട് നമ്മുടെ പാലക്കാടുള്ള ഈ ഒരു ശരവണ ഭവനാണ് കേട്ടോ. ഞങ്ങൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും കാലത്ത് തന്നെ ഇറങ്ങി ഈ ശരവണ ഭവനിൽ പോയി ഞങ്ങൾക്ക് ഫുഡ് അടിച്ചാലാണ് ഞങ്ങളുടെ ആ എന്താ പറയുക മോർണിംഗ് അങ്ങോട്ട് സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ദേ നമ്മൾ ശരവണഭവനിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ കളിയാണ്. ഞങ്ങൾ വീട്ടിലെന്നും ദോശയാണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങിയ കാലത്ത് തന്നെ നമുക്ക് ദോശ കഴിക്കണ്ടേ. അപ്പോൾ മസാല ദോശ, നെയ് റോസ്റ്റ്, ചില്ലി ദോശ അല്ല ഗോപി ദോശ കാലത്ത് തന്നെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഉത്തപ്പം അങ്ങനെ കുറേ ദോശകൾ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. മീനാക്ഷി ആണെങ്കിൽ പൂരിയും ഇതാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇഡ്ഡലിയും വടയും. ആ വട അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ക്രിസ്പി വടയായിരുന്നു. ആദ്യത്തിനൊരു 3-4 വട കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ദോശ കഴിച്ച് നമുക്ക് അങ്ങോട്ട് ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എൻ്റെ ദോശ പൊടി ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് ദോശയും ഇഡ്ഡലിയും വടയും എല്ലാവരും കഴിച്ച് ഞങ്ങളുടെ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. ഫ്രണ്ട് സീറ്റ് ആദിത്യം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ആദിത്യം വലുതായ കാരണം ഇപ്പോൾ അവന് എപ്പോഴും ഫ്രണ്ട് സീറ്റ് വേണം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. ഞങ്ങൾ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞ് ഈ ടൂർ പോണത് നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കുക അതായിരിക്കും, നിങ്ങൾ ഈ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമാണോ യാത്ര ചെയ്യണതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫുഡ് സ്പോട്ട് നമ്മുടെ ശരവണ ഭവനായിരുന്നു. ഇനി അടുത്ത ഫുഡ് സ്പോട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അതേ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത വിശപ്പ് വന്നു. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ ചായയുടെ ആ ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബാസ്കിൻ റോബിൻസൺ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനാണ് പോയത്. സത്യം പറഞ്ഞ ഒരു 12,000 രൂപയുടെ ഐസ്ക്രീമാണ് അവിടുന്ന് കഴിച്ചു കൂട്ടിയത്. ഞാനും അമ്മയും ഒരു വാനിലയും ഒരു ചോക്ലേറ്റോ കഴിച്ചിട്ടുള്ളൂ. ബാക്കി രണ്ടും ഈ ആദിത്യനും മീനാക്ഷിയും കൂടി എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു തണുപ്പിച്ച് ഞങ്ങൾ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോവാം. ഇനി ഉച്ചയ്ക്കാവുമ്പോഴേക്കും നമുക്ക് വിശപ്പ് തുടങ്ങുമല്ലോ ഉച്ചയാകുമ്പോഴേക്കും. അപ്പോൾ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് നമുക്ക് യാത്ര ചെയ്യിക്കാം അല്ലേ. യെസ്, അടുത്ത ഫുഡ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അമ്പലത്തിലേക്കായത് കാരണം നമ്മൾ വെജാണ് ഇപ്പം നമ്മൾ കഴിക്കണത്. അപ്പോൾ ഇനി നാളെ നമുക്ക് നോണൊക്കെ കഴിക്കാം. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വെജ് മീൽസും പിന്നെ എന്താ പറയുക ബട്ടർ നാനും ചില്ലി ഗോബി മഞ്ചൂരിയൻ അതൊക്കെയാണ്. മീനാക്ഷി ആണെങ്കിൽ നൂഡിൽസ് അതൊക്കെയാണ് ഓർഡർ ചെയ്തേക്കണത്. അപ്പോൾ ഇനി അതും മുഴുവൻ വയറ് നിറച്ച് നമുക്ക് അടുത്ത യാത്ര തിരിക്കാം. ഇനി നമുക്ക് അവിടെ ഹോട്ടലിൽ എത്തിയിട്ടാണ് ഭക്ഷണം ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിർത്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇപ്പോഴുള്ള ഭക്ഷണം നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. ഇന്നത്തെ ലഞ്ച് ബട്ടർ നാനും ചില്ലി ഗോപിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെത്തിയ ഇഷ്ടം പോലെ സ്വീറ്റ്സുകളാണ്, പല വെറൈറ്റി. പിന്നെ ഇതിന് പുറമെ ഈ ഭക്ഷണത്തിന് പുറമെ ഞങ്ങൾക്ക് ഒരു സ്നാക്സും മേടിക്കൽ പതിവാണ് കേട്ടോ. അപ്പോൾ കാലത്ത് അവർ വാങ്ങിച്ചത് ഐസ്ക്രീമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വാങ്ങിക്കണത് കുറച്ച് സ്വീറ്റ്സാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ്സൊക്കെ മേടിച്ച് അവർ കാറി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത യാത്ര ഇനി നമ്മുടെ റൂമിലേക്കാണ് എന്നാണ് നമ്മൾ വിചാരിക്കണത്. അതിൻ്റെ ഇടയിൽ ഭക്ഷണത്തിന് വേണ്ടി നിർത്തുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. അനുവേട്ടൻ കട്ടക്കലിപ്പിലാണ് ഗെയ്സ്. അപ്പം നമ്മുടെ യാത്രയുടെ ഇടയിൽ നല്ല തല്ലും വക്കാണും കളിയും ചീരിയും തമാശയും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ തല്ലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണിത്. അപ്പം നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. നമുക്കിനി കയറി നോക്കാം. അതെ, വിജയ് ഇരിക്കണുണ്ട്. അതെ, ഞങ്ങൾ വിജയണ്ണൻ്റെ നാട്ടിലാണ് എത്തിയിരിക്കണത്. അപ്പോൾ അതേ നമ്മുടെ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കണ റൂം നമ്മുടെ TTDC ആണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ KTDC മാതിരി നമ്മുടെ തമിഴ്നാട്ടിലെ TTDC. അപ്പോൾ അതേ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വിജയണ്ണൻ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി. അപ്പം നമ്മുടെ വിജയണ്ണൻ്റെ നാട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നത് ചെക്കിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് അപ്പോഴേക്കും അവിടെ ഇരുന്നപ്പോഴേക്കും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ
ചായയൊക്കെ കുടിച്ച് നമ്മുടെ റൂമിന്റെ കീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ റൂമിൽ കിടക്കാം. സെറ്റ് ഒരു ലിവിങ് റൂം, പിന്നെ ബെഡ്റൂം അതിപ്പിട്ടുള്ളൂ. ഇതാണ് അമ്മയുടെ അച്ഛൻ്റെയും റൂം. അപ്പോൾ റൂമൊക്കെ അടിപൊളിയാണ്. ഒരു ലിവിങ് റൂം, ബെഡ്റൂം, ബാത്റൂം, അങ്ങനെ നല്ല എന്താ പറയുക നല്ല സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ TTDC ആണ് കേട്ടോ. നമ്മുടെ KTDC മാതിരി നമ്മുടെ തമിഴ്നാട്ടിലെ TTDC ആണ്. അപ്പോൾ നമുക്ക് ഫ്രഷായി നമുക്ക് അമ്പലത്തിൽ പോകാനാണ്. കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിദംബരം അമ്പലത്തിലേക്ക് പോവാം. ഞാൻ ഈ സാരിയാണ് എടുത്തിരുന്നത്. എടുക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി സാരിയൊക്കെ എടുത്ത് വിലസാന്ന് വിചാരിച്ചതാ. പക്ഷെ ഈ സാരി എന്താ എത്തണില്ല, എൻ്റെ വീതിയില്ല, എൻ്റെ പകുതിയായിട്ട് എടുക്കുന്നു. അത് കാരണം ക്യാൻസൽ ചെയ്ത് ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ അടിപൊളി വൈറ്റ് ഡ്രസ്സ് സ്പോൺസർ ചെയ്തേക്കണത് നമ്മുടെ അഞ്ജു ആണ്. അപ്പോൾ അഞ്ജുവിൻ്റെ ഡ്രസ്സാണിത്. അപ്പോൾ അവൾ എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് അഞ്ജുവിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇനിയും അഞ്ജുവിൻ്റെ സ്പോൺസറുകളും ഞാൻ സ്വീകരിക്കുന്നതാണ്. ഇത് കാണുന്നുണ്ടെങ്കിൽ അഞ്ജു ഓർത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ഇനി അമ്പലത്തിൽ പോവാം. നമുക്ക് ചിദംബരം അമ്പലത്തിലേക്കാണ് പോണത്. അപ്പോൾ സാരിയൊന്നും എടുക്കാൻ പറ്റിയില്ല. സാരി അമ്മയുടെ സാരിയാണ് കേട്ടോ. എല്ലാം വല്ലവരുടെ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ടിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ദേ അനൂപേട്ടൻ്റെ പിണക്കം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലേ എങ്ങനെയുണ്ടെന്ന്. റെഡിയായി. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോകാൻ ദേ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ ബൈക്കിന് നമുക്ക് വഴികാട്ടിയായിട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അവനാണെന്നുണ്ടെങ്കിൽ ബൈക്കിലായതുകൊണ്ട് ഇടയിൽ കൂടെയൊക്കെ കയറ്റി അവൻ റോങ് സൈഡിൽ കൂടെ ഒക്കെ പോയി. ഞങ്ങൾ ഈ കാറും കൊണ്ട് റോങ് സൈഡിൽ കൂടെ പോയിട്ട് ഞങ്ങൾക്ക് നല്ല ചീത്തയും കിട്ടി. ചുറ്റി അമ്പലം ഒരു 3 പ്രദക്ഷിണം വച്ചിട്ടുണ്ട്. ഇതുവരെ അമ്പലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അത്ര തിരക്കാണ്. പൊന്നെ പെട്ടാനാവോ, എന്ത് തിരക്കാണ് ഇവിടെ. അറച്ചു വണ്ടികൾ, സ്കൂട്ടറോട് സ്കൂട്ടർ. മീനാക്ഷിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇത് എന്നിട്ട് ക്രോഷ്യറ്റ് ഉണ്ടാക്കലാണ്. ഇതിനേക്കാളും നല്ലത് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോണതാണ് ഏറ്റവും നല്ലത്. അതെ, സത്യമാണ്. ഈ തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോണതായിരിക്കും ബെറ്റർ. ഞങ്ങൾ അമ്പലം 2-3 പ്രാവശ്യമായി പ്രദക്ഷിണം വയ്ക്കുന്നു. അവൻ 2 തവണത്തെ പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. അച്ഛൻ അവിടെ എത്തി തൊഴുതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിപ്പോഴും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണാവോ ഇനി അമ്പലത്തിൽ ഒരു പാർക്കിങ്ങൊക്കെ കിട്ടി പോവുക. ഇവിടെയാണെങ്കിൽ നിറച്ച് ബൈക്കുകാരെ കൊണ്ട് തടഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റില്ല. ഇതിക്കൂടെയൊക്കെ കുത്തിക്കയറ്റുണ്ട്. അങ്ങനെ അവസാനം ഒരു പാർക്കിങ്ങൊക്കെ കിട്ടി. ഞങ്ങൾ ഇതേ നടന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നതേ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ ആ സൈഡ് കണ്ട രഥം, വലിയ രഥമുണ്ട് കുറേ. 3 അവിടെ വലിയ കണ്ട തിരക്ക്. എൻ്റെ പൊന്നെ, പാർക്കിങ് കിട്ടിയത് വലിയ ഭാഗ്യം. നമ്മുടെ അമ്പലം വേണോ ഉറങ്ങാൻ പറ്റില്ലേ? പൂവ് മേടിക്കാൻ പറഞ്ഞ് മീനാക്ഷി തല്ലുണ്ടാക്കുകയാണ് ഇവിടെ. അമ്മയ്ക്കാണെങ്കിൽ പൂവിൻ്റെ മണം കേട്ടോ അപ്പം തലവരെടുക്കും. മീനാക്ഷി നോട്ടോ. അങ്ങനെ ഞങ്ങൾ കൂവളമാലയൊക്കെ പേടിച്ച് ഞങ്ങൾ ചിദംബരനാഥനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ ഇതേ കിഴക്കേ നടയിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പം അച്ഛൻ വേറെ ഏതോ നടയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് അച്ഛനെ കണ്ടുപിടിക്കണം. അച്ഛൻ നേരത്തെ ഓട്ടോറിക്ഷയിൽ പോകുന്നല്ലോ. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അച്ഛനെ കണ്ടുപിടിക്കണം. ദേ ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും എന്ത് രസമുള്ള അമ്പലമാണെന്നറിയോ, ഭയങ്കര വലിയ അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ ഭണ്ഡാരമില്ല. നമ്മൾ കാശിടേണ്ട ആവശ്യമില്ല. ഹുണ്ടി എന്ന് പറയുന്ന സംഭവം ഈ അമ്പലത്തിലില്ല. അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറാല്ലേ. ഇതേ കണ്ട ഓരോ ഗോപുരങ്ങളും എത്ര ഭംഗിയായിട്ടാണുള്ളതെന്ന് അറിയോ പണിതേക്കണത്. നല്ല രസമാണ് കാണാൻ. ഓക്കെ, നല്ല രസമുണ്ട്. എല്ലാവരും നമ്മളെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കി കണ്ട
ഓ അടിപൊളി കാറ്റില്ലേ, നല്ല രസം. ഓ സൂപ്പർ അമ്പലല്ലേ, ഇത്ര വിശാലമായിട്ടുള്ള അമ്പലം. അതെ, അവിടെയാണ് അച്ഛനുള്ളത്. ഡാൻസ് എടുക്കാനൊന്നും പറ്റില്ല, ഇരുട്ടോടിരുട്ട്, നല്ല കാറ്റ്, നല്ല സ്ഥലം. പകല് ശരിക്കും വരണമായിരുന്നു അല്ലേ? കാലത്ത് വന്ന അടിപൊളി, കാലത്ത് വന്ന അടിപൊളിയായി. ഈ അമ്പലത്തിൻ്റെ ഭംഗി എനിക്ക് ക്യാമറയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൻ്റെ പുറമേ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നല്ലാണ്ട് നമുക്ക് ഉള്ളിൽ കയറിയ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണാനും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ ഭണ്ണാര ഇല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ പ്രത്യേകത. ശരിക്ക് നമ്മുടെ വടക്കുന്നാഥനിൽ ഈ ചിദംബരനാഥൻ എന്നുള്ള ഒരു ഇത് വരാൻ കാരണം നമ്മുടെ വടക്കുന്നാഥനിൽ അങ്ങോട്ട് തിരിഞ്ഞ മൂകാംബിക, അങ്ങനെ ചിദംബരനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചിദംബരനാഥനെ കാണാനാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഇതല്ല പ്ലാൻ ചെയ്തെങ്കിലും നമ്മുടെ ചിദംബരനാഥൻ, നമ്മൾ പറയില്ലേ നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ദൈവം വിളിക്കണത്, അതേമാതിരി വിളിച്ചതാണ് കേട്ടോ. പെട്ടെന്ന് തലേ ദിവസം തീരുമാനിച്ച് അങ്ങോട്ട് വന്നതാണ് ഈ ചിദംബരം എന്നുള്ള അമ്പലത്തിലേക്ക്. ഇതൊരു പ്രൈവറ്റ് അമ്പലമാണ്, ഒരു ദേവസ്വത്തിൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഭണ്ഡാരങ്ങൾ ഇല്ലാത്തത്. അപ്പോൾ അച്ഛൻ ആ നടയിലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛൻ്റെ ഇരിക്കണ സ്ഥലത്തേക്ക് പോയി, ഇപ്പോൾ അച്ഛൻ വേറെ നടയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പുറത്തും അമ്പലം ഒരു പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിദംബരനാഥൻ ഞങ്ങളെ നല്ലോണം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ കാറിൽ പ്രദക്ഷിണം വെച്ചു, നടന്ന് പ്രദക്ഷിണം വെച്ചു, ഇനി ഉള്ളിൽ കയറിയിട്ടും ഞങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി അമ്പലമാണ്. ശരിക്കും പകലൊക്കെ പോയാൽ ശരിക്ക് അത് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കാണാൻ പറ്റിയേനെ. ഇത് രാത്രിയായ കാരണം കാണാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, പകൽ പോയ ഒരു പ്രശ്നമുണ്ട്, നല്ല ചൂടാണ്. ഇപ്പം തന്നെ ഈ സമയത്ത് ഞങ്ങൾക്ക് അവിടെ നടക്കുമ്പോൾ ആ ചൂട് ഫീൽ ചെയ്യും. നമ്മുടെ കാലിൻ്റെ അടിയിൽ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ ആ ഒരു പ്രശ്നമുണ്ട്. ഈ വൈകുന്നേരം ആയതുകൊണ്ട് ചൂടില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴാനും പറ്റിയിട്ടാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നമ്മുടെ നടരാജ വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അവിടെ ചെന്നപ്പോൾ നട അടച്ചേക്കായിരുന്നു. കറക്റ്റ് സമയം ഞങ്ങളവിടെ ചെന്നപ്പോൾ നട തുറക്കണ ആ ഒരു സീൻ സത്യം അത് മറക്കില്ല ആരും. കുറേ നടകളുണ്ട്. നമ്മൾ നട തുറക്കാന്ന് പറഞ്ഞാൽ ഒരു നടയാണ്, പക്ഷെ അതല്ല, കുറേ നടകൾ ഒരുമിച്ച് തുറന്ന് ആ മണിയടിയും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും ചിദംബരത്തേക്ക് പോയി ചിദംബരനാഥനെ തൊഴുക. അതും പകൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഭംഗിയും ആ കുളവും ഒക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ചിദംബരനാഥനെയൊക്കെ തൊഴുത് ഞങ്ങൾ വീണ്ടും നമ്മുടെ ഫുഡ് സ്പോട്ടിലേക്ക് എത്തിക്കാണ്. ഈ ഫുഡ് സ്പോട്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ ഇഷ്ടംപോലെ നല്ല തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും അത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത്, ഞാൻ റവ റോസ്റ്റാണ് വാങ്ങിച്ചത്. റവ റോസ്റ്റിൽ നല്ലതൊക്കെ തന്നെയാണ്. റവ മസാല റോസ്റ്റ് നിറച്ച് കുരുമുളകൊക്കെ ഇട്ടുണ്ട്, പക്ഷേ എന്നാലും ടേസ്റ്റ് അത്ര വരുന്നില്ല. മീനാക്ഷിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ചപ്പാത്തിയായിരുന്നു ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നത്. ചപ്പാത്തിയും അത്ര നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല കട്ടിയായിരുന്നു. അപ്പോൾ മീനാക്ഷി പിന്നെ ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന ആളാണല്ലോ. പിന്നെ കോഫിയുടെ കാര്യം പറയണ്ട, തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും അടിപൊളി കോഫി കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കലാണ് എൻ്റെ പ്രധാന ഹോബി. അങ്ങനെ ചിദംബരം ദർശനം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുന്നു. മോനവിടെ പോയി നമ്മുടെ റൂമാണിത്, കണ്ടോ? ഇതാണ് ഞങ്ങളുടെ റൂം. ദേ വന്നിരിക്കുന്നു റൂമിലെ നായകൻ അനുമോൻ. അമ്പലത്തിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി, ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ റൂം കാണിച്ചു തരാമെന്ന്. അടിപൊളി റൂമാട്ടാ, നല്ല സെറ്റപ്പ് റൂം. ഇതേ കണ്ട, ഇതിൻ്റെ കോറിഡോർ ഞാൻ കാണിച്ചു തരാവേ.
TTDC അടിപൊളി സർവീസും റൂമും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ KTDC മാതിരിയുള്ളതാണ് തമിഴ്നാട്ടിലെ TTDC. അവിടെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല റൂമായിരിക്കുന്നു. ഞങ്ങൾ ചിദംബരം അമ്പലത്തിലൊന്ന് തൊഴണം, അത് ഫ്രഷ് ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ റൂം ബുക്ക് ചെയ്തത്. നമ്മളധികം പ്രൈസ് ചിലവാക്കണ്ട എന്നുള്ള രീതിയിലാണ് ഈ റൂം ബുക്ക് ചെയ്തത്. ഈ റൂമിൻ്റെ ചാർജൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര വിശാലമായ റൂമായിരിക്കുന്നത്. സൂട്ട് റൂമാണ് TTDCയിലെ. അപ്പോൾ ഇതേ കണ്ട, ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂമാണ്, ഡൈനിങ് റൂം, ലിവിങ് ഏരിയ ഉണ്ട്, TV കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ഞങ്ങൾ ആദ്യത്തേനും കൂടുതലുള്ള കാരണം എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ബെഡിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാലില്ല. ഞങ്ങൾ 4 പേരും കൂടി എത്ര ചെറിയ കട്ടിൽമയായാലും അങ്ങനെ കിടന്നോളൂ കേട്ടോ. അങ്ങനെ ഇതേ അടിപൊളി റൂമാണ്. റൂമിൽ നിന്ന് എൻ്റെ കർട്ടൻ നീക്കിയാൽ നേരെ റോഡാണുള്ളത്. ഇപ്പം നമുക്ക് നോക്കിയാൽ ഒന്നും തന്നെ കാണുന്നില്ല, കൂറ്റാക്കൂരിയിട്ടാണ്. പകൽ നോക്കുമ്പോഴാണ് കാണുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ എന്താ പറയുക, ലിവിങ് ഏരിയയിൽ ഒരു TV ഉണ്ട്. ഞങ്ങൾക്ക് 2 TV ഉണ്ട്. ലിവിങ് ഏരിയയിൽ ഒരു TV ഉണ്ട്, നമ്മുടെ ബെഡ്റൂമിൽ ഒരു TV ഉണ്ട്. ഇത്രയും TV ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഒരു TV പോലും വെച്ചില്ല. പിന്നെ 2 AC ഉണ്ട്, ലിവിങ്ങിലും ഉണ്ട്, നമ്മുടെ ബെഡ്റൂമിലും ഉണ്ട്. ബെഡ്റൂമൊക്കെ ആകെ കുളം തോണ്ടി കിടക്കുകയാണ്. ഞങ്ങൾ യൂസ് ചെയ്ത കാരണം നിറച്ച് തുണികളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണ്. അതാണ് എൻ്റെ അടുക്കും ചിട്ടയും. അപ്പോൾ അതേ ബെഡ്റൂം, നമുക്കൊരു മേശ, ഒരു ചെയറുണ്ട്, പിന്നെ അതേ എന്താ പറയുക, അലമാരിയുണ്ട്, കബോർഡുണ്ട്. കബോർഡിലൊന്നും ഒന്നും തന്നെ വെച്ചിട്ടില്ല, ഞങ്ങളുടെ പുറത്താണ് വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. പിന്നെ ദേ നമ്മുടെ ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട് കേട്ടോ. വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിൽ ബാത്റൂം കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഇത്ര വലിയ ബാത്റൂം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അടിപൊളി സെറ്റപ്പ് ബാത്റൂമല്ല, വലിയ ബാത്റൂമാണ്. മോഡേൺ ബാത്റൂം ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഗ്ലാസ് ഡോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ ചിലപ്പോൾ നമ്മൾ തിങ്ങിനിരിങ്ങിയാണ് കുളിക്കാറൊക്കെ. അപ്പോൾ ഇത് അടിപൊളി ബാത്റൂമാണ് കേട്ടോ. ബാത്റൂം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ചിദംബരനാഥനെയൊക്കെ തൊഴുത് ഞങ്ങൾ ഹാപ്പിയായി. ഇനി നാളെ ഒരു അമ്പലത്തിൽ കൂടിയും പോകണം, കാളിയുടെ അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. മറക്കരുത്, എല്ലാവരും ഒരു ലൈക്ക് കഴിച്ചോളൂ. പിന്നെ ഈ ചിദംബരത്തേക്ക് വരണവർ TTDC ഹോട്ടലെടുത്തോളൂ. നല്ല സർവീസും ഹോട്ടലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു.